വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലീനു സ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനലാണ് ലീനു സ്റ്റോക്സ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് എൻ്റെ കയ്യിൽ കുറേ ഗ്ലിറ്റർ ട്യൂബ്സ് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ഒരു ചലഞ്ചിങ് വീഡിയോ ആണ്, അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് നമുക്ക് എത്ര ഗ്ലിറ്റർ ട്യൂബ്സോ ഇയറിങ്സോ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഇന്നത്തെ ഒരു ചലഞ്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്നാമത് എൻ്റെ വർക്ക് കുറച്ചുകൂടെ ഒന്ന് സ്പീഡപ്പ് ആക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇപ്പോൾ ഒരുപാട് ലാഗായിട്ടാണ് വർക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ആ ഒരു ഹൂപ്പ് ഇയറിങ്സിൻ്റെ ബേസ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം ഇതിനല്ലേ കുറേ ഇരിപ്പുണ്ട്. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് നമുക്ക് എത്ര ഹൂപ്പ് ഇയറിങ്സ് ഗ്ലിറ്റർ ട്യൂബ് വെച്ച് ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പം എങ്ങനെയാ എന്തുവാണെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ അരമണിക്കൂറാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പം ആ മണിക്കൂർ അത്രയും ടൈമിനുള്ളിൽ നമുക്ക് എത്ര ഗ്ലിറ്റർ ട്യൂബ്സ് ഉണ്ടാക്കാമെന്നുള്ള ആ ഒരു സ്പീഡപ്പാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എൻ്റെ കയ്യിൽ കുറേ കളേഴ്സുള്ള കുറേ ഗ്ലിറ്റർ ട്യൂബ്സ് ഉണ്ട്. ഇതൊക്കെ ഞാൻ ചുമ്മാ വെറുതെ വാങ്ങിച്ചു വെച്ചതാട്ടോ. ഹൂപ്പ് ഇയറിങ്സ് ഉണ്ടാക്കാൻ ജസ്റ്റ് ഐഡിയ തോന്നിയപ്പോൾ വാങ്ങിച്ചതാണ്. പക്ഷേ അത് വന്നപ്പോൾ കുറച്ച് കൂടുതലായി. ഇപ്പോൾ 4 മീറ്ററിൻ്റെ ആട്ടോ. അപ്പോൾ നമുക്ക് ഹെയർ ബോസ് ഒക്കെ നമുക്ക് ഇതുകൊണ്ട് സെറ്റ് ചെയ്യാൻ കേട്ടോ. ഇതൊക്കെ ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട്. ബ്ലാക്ക് ഒക്കെ ഒരുപാട് മൂവ് ആവുന്ന കളേഴ്സാണ്. പിന്നെ റെഡും ഇതൊരു മെറൂൺ ഷെയ്ഡാട്ടോ. റെഡ് എൻ്റെ നേരത്തെ ഇരിപ്പുണ്ടായിരുന്നു. മെറൂണും ഒരു വൈറ്റ്, റോയൽ ബ്ലൂ അതെല്ലാം കൂടെ. പിന്നെ ഒരു വയലറ്റ് ഷെയ്ഡ്. എനിക്ക് വന്ന ഷെയ്ഡ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു വയലറ്റും മെറൂണും റോയൽ ബ്ലൂവും ബ്ലാക്കും ആട്ടോ. പിന്നെ അങ്ങനെ കുറേ കളേഴ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങളെന്ന് കാണിക്കാം. പിന്നെ ഇതുപോലത്തെ കളേഴ്സ്, ഇങ്ങനത്തെ കളേഴ്സ്, പിന്നെ ആണെങ്കിൽ ഈ ലൈറ്റ് ഷെയ്ഡ്, പിന്നെ ഈ ഒരു കളറ്, ഇങ്ങനത്തെ കളറ്. പിന്നെ ഈ ഐറ്റംസ് എല്ലാം ഞാൻ പറഞ്ഞോന്ന് അറിയത്തില്ല. ഒരു ഷോർട്ട് ടൈം മെമ്മറി ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞോന്ന് അറിയത്തില്ല. ഈ ഐറ്റംസ് എല്ലാം ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്, ഹൂപ്പ് ഇയറിങ്സ് ഉൾപ്പെടെ വാങ്ങിച്ചിരിക്കുന്നത് ക്ലിപ്സ് ആൻഡ് ബോസ് ബൈ വാമീസിൽ നിന്നാണ്. ഒട്ടേറെ പേർക്ക് അത് അറിയാമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. നല്ല നല്ല കളക്ഷൻസ്, ഹെയർ ബോസിൻ്റെ ഒക്കെ മേക്കിംഗ് മെറ്റീരിയൽസിൻ്റെ നല്ല നല്ല കളക്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിരിക്കുന്നത്. വേറെ എന്താണ്? വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ചലഞ്ചിങ് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാം. എന്തൊക്കെയോ ബ്ലാ 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 പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അരമണിക്കൂറിനുള്ളിൽ നമ്മൾ എത്ര ഹൂപ്പ് ഇയറിങ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ മോർണിംഗ് 8 മണിയാട്ടോ. അപ്പം 8 മണി തൊട്ട് 8:30 വരെ അത്ര ആ ഒരു ടൈമിങ്ങിലാണ് നമുക്ക് എത്ര ഹൂപ്പ് ഇയറിങ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ഇതാണ് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്, ഒരു ചലഞ്ചായിട്ട് നമ്മളിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം തുടങ്ങാമല്ലേ? ഇപ്പം സമയം എൻ്റെ ടൈമറൊന്നും ഇല്ല കേട്ടോ. എൻ്റെ മൊബൈലും പിന്നെന്താണ് ഞാൻ വീഡിയോ എടുക്കുന്നതും എല്ലാം ഒരുമിച്ചാണ്. അപ്പം ഞാനിപ്പോൾ സമയം ഏകദേശം 8 മണിയാകാൻ പോവുകയാണ്. ജസ്റ്റ് നിങ്ങളെ കാണിക്കാം. 8 മണിയാകാൻ പോവുകയാണ്. അപ്പം 8 മണി തൊട്ട് 8:30 വരെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നത്. അത്രയും ടൈമിങ്ങിനുള്ളിൽ കയ്യിലിരിക്കുന്ന അത്രയും ഹൂപ്പ് ഇയറിങ്സ് നമുക്ക് ചെയ്യേണ്ടതിൽ ഇപ്പോൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ 1 2 3 4 5 6 7 8 9 പേരുണ്ട് കേട്ടോ. 10 പേഴ്സിനോട് അടുപ്പിച്ച് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത്രയും നമുക്ക് അരമണിക്കൂറിനുള്ളിൽ കൊണ്ട് ചെയ്ത് തീർക്കാം. അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അരമണിക്കൂറിനുള്ളിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ ചലഞ്ചിങ് വീഡിയോയിൽ ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട്, ഇന്നത്തെ ഒരു ചലഞ്ചായിട്ട് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതുപോലെ പൊട്ട ചലഞ്ച് വല്ലോ എന്ന് വെച്ചിരിക്കും. നമ്മുടെ ആ ഒരു ടൈം മാനേജ്മെൻ്റ് ആണ് നമ്മളിതിൽ കൂടി ഉദ്ദേശിക്കുന്നത്. ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്താണ് ഇത്ര ടൈം നമ്മൾ ഇപ്പോൾ 20 മാർക്കിൻ്റെ, ഇപ്പോൾ അത് കൂടുതലും കോളേജിലാണ്. 20 മാർക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ ഇത്ര ടൈമിനുള്ളിൽ എഴുതി തീർക്കണം, 15 മാർക്കിൻ്റെ ഇത്ര ടൈമിനുള്ളിൽ എഴുതി തീർക്കണം. അങ്ങനെയൊക്കെ ഇങ്ങനെ ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടാട്ടോ എക്സാമിനൊക്കെ പോകുന്നത്. എക്സാമിനൊക്കെ പോയി നമ്മൾ ആ ഒരു മനസ്സിലിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. നമുക്ക് ഇത്രയാകുമ്പോൾ നമ്മൾ ഇത്ര സമയമാകുമ്പോഴത്തേക്കും ഇത്ര ക്വസ്റ്റ്യൻ കവർ ചെയ്യണം. അങ്ങനെ നമ്മൾ ടൈം സെറ്റ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ എഴുതുന്നത്. അപ്പോൾ അതാണ് എനിക്ക് ഇപ്പോഴും ഇവിടെ ചെയ്യുമ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുമ്പോഴും അതുപോലെയാണ്. ഓരോ കസ്റ്റമേഴ്സിൻ്റെയും നമ്മൾ ടൈം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ ടൈമിനുള്ളിൽ നമ്മളത് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു രീതിയിലാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്കിങ്ങനെയൊക്കെ പറയാൻ അറിയത്തുള്ളൂ. അപ്പം സമയം ഏകദേശം 8 മണിയാകാൻ വേണ്ടി പോവുകയാണ്. അപ്പം 8 മണി തൊട്ട് 8:30 വരെ നമുക്ക് എത്ര ഹൂപ്പ് ഇയറിങ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുക. ചെറിയൊരു കുഞ്ഞ് ചലഞ്ചാട്ടോ, വേറെ പ്രത്യേകിച്ച് വലിയ ചലഞ്ചിങ് വീഡിയോ. ഇത് ശരിക്കും പറഞ്ഞാൽ എന്നോട് തന്നെ ചെയ്യുന്ന വലിയൊരു ചലഞ്ചാട്ടോ. ഇത് വലിയൊരു ചലഞ്ചുണ്ട്, വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളത്. അത് എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. സമയം ഇപ്പം ഏകദേശം ആ ഒരു 8 മണിയിലേക്ക് ആകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് തുടങ്ങിയിട്ട് നമുക്കൊരു
8 മണി തൊട്ട് ഒരു 8 മണിയാകാൻ വേണ്ടിയിട്ട് പോകില്ല. അപ്പോൾ 8 മണി തൊട്ട് 8:30 വരെ നമുക്ക് എത്ര ഹൂപ്പ് ഇയറിങ്സ് ചെയ്യാം, അത്രയും 10 ഹൂപ്പ് ഇയറിങ്സ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ചലഞ്ച് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ വേറൊരു ഫോണിൽ അലാമൊക്കെ സെറ്റ് ചെയ്ത്, സത്യം പറഞ്ഞാൽ ടൈമർ ആട്ടോ സെറ്റ് ചെയ്യേണ്ടത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ടൈമർ സെറ്റ് ചെയ്യുന്ന ആ ഒരു സംഭവം എനിക്ക് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അലാം പോലെ ജസ്റ്റ് ഇങ്ങനെ 8:30 AM വരെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആ ഒരു സമയം അറിയാൻ വേണ്ടിയിട്ട്, ശരിക്കും പറഞ്ഞാൽ ടൈമറോ അല്ലെങ്കിൽ സ്റ്റോപ്പ് വാച്ചോ ആണ് യൂസ് ചെയ്യേണ്ടത്. അത് രണ്ടും എനിക്കറിയാത്തത് കൊണ്ട് ഞാനിവിടെ അലാമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ടൈമൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാനിവിടെ അലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്നും വിചാരിക്കരുത്, സത്യം പറഞ്ഞാൽ എനിക്ക് കണക്കിൽ ഞാൻ ഭയങ്കര മോശക്കാരിയാണ് പണ്ട് മുതലേ. കണക്കിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കുറയും. എനിക്ക് ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സത്യം പറയാനും എനിക്ക് അറിയത്തില്ല, എന്താണെന്ന് അറിയത്തില്ല. അല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചാൽ എനിക്കറിയാം, പക്ഷേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ, കൊച്ചു കുട്ടികളോട് ചോദിക്കുന്ന കാര്യങ്ങൾ ചോദിച്ചാൽ പോലും എനിക്ക് അറിയത്തില്ല എന്നുള്ളതാണ് നഗ്നമായ സത്യം എന്ന് പറയുന്നത്. ദാണ്ടെ 8 മണിയായി, 8 ആയി. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. റെഡി, 1 2 3. അതിൻ്റെ ഇടയ്ക്ക് പ്ലെയർ എവിടെ പോയി കിടക്കുമായിരുന്നു, പിന്നെ പ്ലെയറൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ നമ്മുടെ കുറച്ച് സമയം അവിടെ പോയായിരുന്നു. എന്തായാലും നമ്മൾ 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം ഒരു 8:15 ആയപ്പോഴത്തേക്കും നമ്മുടെ വർക്ക് തീർന്നായിരുന്നു. അപ്പം ഞാൻ കയ്യിലാണെങ്കിൽ ഏകദേശം 9 പേര് ഹൂപ്പ് ഇയറിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ 10ാമത്തെ ആണെങ്കിൽ ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം എവിടെ പോയെന്ന് എനിക്കറിയത്തില്ല, എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനിത് വാങ്ങിച്ചത് കുറച്ച് നീളം കൂടി, കുറച്ച് ഹെയർ ബോസും 4 മീറ്റർ ഇത്രയും നീളം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഒത്തിരി നീളം ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഇനി ഹെയർ ബാൻഡ്സ് ഉണ്ടാക്കാനും കൂടെ വേണമെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ ആ ഒരു ഹൂപ്പ് ഇയറിങ്സിൻ്റെ ആ ഒരു ചലഞ്ച് ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇത്രയും ഹൂപ്പ്സ്, നമ്മൾ 9 പേർ ഹൂപ്പ്സ് ആ ഒരു നിശ്ചിത സമയത്തിന് ഉള്ളിൽ നമ്മൾ ചെയ്ത് തീർത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഹൂപ്പ് ഇയറിങ്സിൻ്റെ ഇതൊന്ന് കളക്ഷൻസ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പം ഞാനാണെങ്കിൽ 8 മണിക്കാട്ടോ സ്റ്റാർട്ട് ചെയ്തത്. 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 8:17 അല്ലെങ്കിൽ 8:15 ആയപ്പോഴത്തേക്കും തീർന്നായിരുന്നു. അപ്പം അലാം സെറ്റ് ചെയ്ത് നമ്മൾ 8:30. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ടൈമർ സ്റ്റോപ്പ് വാച്ചൊക്കെ എങ്ങനെ യൂസ് ചെയ്യുന്ന അറിയാത്തോടെ ഞാൻ അലാം സെറ്റ് ചെയ്ത് കേട്ടോ. എനിക്ക് വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ടെങ്കിലും കുഞ്ഞു കാര്യങ്ങളെക്കുറിച്ചൊന്നും തീരെ അറിവില്ല കേട്ടോ. അപ്പം ജസ്റ്റ് നമ്മുടെ ആ ഒരു ടൈം മാനേജ്മെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു ചലഞ്ച് എടുത്തത്. അപ്പോൾ അതാണ്ട് നമ്മൾ വയലറ്റിൻ്റെ ഇപ്പം നമ്മൾ എല്ലാ ഹൂപ്പ് ഇയറിങ്സും 1 2 3 4 5 6 7 8 9 ഹൂപ്പ് ഇയറിങ്സ് നമ്മൾ എത്രയാണോ നമ്മൾ വെച്ച ഹൂപ്പ് ഇയറിങ്സ് അത്രയും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ടൈം ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് ചെയ്തത്. സത്യം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിലാണെങ്കിൽ ഈ ടൈം മാനേജ്മെൻറ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ശരിക്കും ഒരു ഓൺട്രപ്രനർ എന്നുള്ള രീതിയിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യണം. ആ ഒരു ശരിക്കും അങ്ങനെ നമ്മൾ ഭയങ്കര ലേസി ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ അപ്പം ചെയ്താൽ മതി, ഇപ്പം ചെയ്താൽ മതി, മറ്റന്നാൾ ചെയ്താൽ മതി, അതിൻ്റെ മറ്റന്നാൾ ചെയ്താൽ മതി, നെക്സ്റ്റ് വീക്ക് ചെയ്താൽ മതി, അങ്ങനെയൊക്കെ നമുക്കിങ്ങനെ തോന്നും. അപ്പം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ അതിനനുസരിച്ച് മൂവ് ചെയ്യും. അയ്യോ ഇതിപ്പോൾ ചെയ്യണം, ഇപ്പോൾ ചെയ്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 4-5 വർഷം മുന്നേ ആണെങ്കിൽ ഈ എക്സാം ഒക്കെ വരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ എക്സാം വരുമ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടുമ്പോൾ തന്നെ ആകെ 17-18 ക്വസ്റ്റ്യനും ഉണ്ട്. അതാണെങ്കിൽ 20, 10, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അതൊക്കെ ആണെങ്കിൽ പേപ്പർ കണക്കിന് എഴുതുകയും വേണം, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യുകയും വേണം. അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു അത് എഴുതിയില്ലല്ലോ, ഇല്ലെങ്കിൽ മാർക്ക് കിട്ടത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇതിൽ കൂടെ ഉദ്ദേശിച്ചത്. ആ ഒരു പഴയ ആ ഒരു ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കയറി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ബ്രെയിൻ വർക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ സമയം ഇത്രയും ഉള്ളല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കിപ്പോൾ ഇനിയിപ്പം അടുത്ത ചലഞ്ച് വെക്കുമ്പോഴത്തേക്കും ഇതിനെക്കാട്ടിലും കുറച്ചുകൂടെ ടൈം നമ്മൾ കുറയ്ക്കണം. അപ്പോൾ ആദ്യം നമ്മൾ വർക്കൗട്ട് ചെയ്യുവാണെങ്കിലും അത് വർക്കൗട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ ആദ്യം നമ്മൾ അത് സമയം കൂട്ടിയാണ് എടുക്കുന്നത്. ആദ്യം നമ്മൾ ചിലപ്പോൾ 10 മിനിറ്റ് വെക്കും, പിന്നെ അത് കഴിഞ്ഞിട്ട് 5 പിന്നെ അത് കഴിഞ്ഞിട്ട് 15 മിനിറ്റ്, പിന്നെ അടുത്ത ദിവസം 15 മിനിറ്റ് ആയിരിക്കും, പിന്നെ അടുത്ത ദിവസം 20 മിനിറ്റ് ആയിരിക്കും, പിന്നെ അടുത്ത ദിവസം 25 മിനിറ്റ് ആയിരിക്കും. അങ്ങനെ അപ്പം എനിക്ക് വർക്കൗട്ടും ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാം ആഗ്രഹമുണ്ട്. ഒരു ലേസി മൂഡാണ് സത്യം പറഞ്ഞാൽ, മടി പിടിച്ചൊരു മൂഡ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാറ്റാൻ വേണ്ടി തുടക്കമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഹൂപ്പ്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ക്രിയേറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. നമ്മളിങ്ങനെ കാണാ പഠിക്കുന്നതും അതുപോലെ തന്നെ നമ്മളല്ലാതെ ബ്രെയിൻ കൊണ്ട് ചിന്തിക്കുന്നത് തമ്മിൽ 2 വ്യത്യാസമാണ്. ഇപ്പോൾ സുഡോക്ക് കളിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ലതായിട്ട് അത് ബ്രെയിൻ ചിന്തിക്കും, അതങ്ങനെ വന്നിതെങ്കിൽ ഇങ്ങനെ വന്ന് പസിൽ കളിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അതങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഇങ്ങനെ അങ്ങനെ ബ്രെയിൻ കൂടുതൽ ചിന്തിക്കും. ഇപ്പോൾ നമ്മൾ കാണാ പഠിക്കുമ്പോൾ ഇതിങ്ങനെ കാണാ പഠിച്ചങ്ങ് പോയാൽ മതി. പക്ഷേ കാണാൻ പഠിക്കാൻ കുറച്ച് പാടാണ്. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ടഫ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിൻ കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ആകും. അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് സത്യം പറഞ്ഞാൽ ഉദ്ദേശിച്ചത്. എത്ര പേർക്ക് അത് മനസ്സിലാകും എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ കുറേ പേര് എന്നെ കളിയാക്കുമായിരിക്കും. എന്നിരുന്നാൽ പോലും എൻ്റെ ഒരു
ഇമ്പ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ സത്യം പറഞ്ഞ ഓരോ വർക്കുകളും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇന്ന ടൈമിനുള്ളിൽ ചെയ്യുമ്പോൾ ഒരുപാട് വർക്ക് ഇങ്ങനെ പെൻഡിങ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഞാനിങ്ങനെ വിചാരിക്കും എഴുതിയിട്ട് ഇന്ന ടൈം ഞാൻ പണ്ട് പഠിക്കുമ്പോഴാണെങ്കിലും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത്ര ടൈമിനുള്ളിൽ ഇത്ര പാരഗ്രാഫ് പഠിക്കണം, ഇത്ര ടൈമിനുള്ളിൽ ഇത്ര പോർഷൻ കവർ ചെയ്യണം, ഇത്ര ടൈമിനുള്ളിൽ ഇത്ര ചാപ്റ്റർ തീർക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞാണ് പണ്ട് ഞാൻ എക്സാമിനൊക്കെ തലേദിവസമൊക്കെ റിവിഷൻ ചെയ്യുന്നതും ഒക്കെ അങ്ങനെയാണ്. അതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് നമ്മൾ എത്തുമ്പോഴേ നമുക്ക് ആ ഒരു നമ്മൾ ശരിക്കും ഒന്ന് മോട്ടിവേറ്റഡ് ആവത്തുള്ളൂ. ആ ഒരു ട്രാക്കിലേക്ക് എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഉള്ള വലിയൊരു പ്രശ്നമാണ് ഈ സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്ന് പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുമ്പോഴാണെങ്കിൽ നല്ല പോലെ ഉണ്ട്. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ആ ഒരു ട്രാക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓക്കെ ആയി. പിന്നെ നമ്മൾ അത് വെച്ചിട്ട് അങ്ങ് ഓടിക്കൊണ്ടേ ഇരുന്നോളും. അപ്പോൾ അത് എല്ലാവർക്കും അതൊക്കെയാണ് ഒരു മെയിൻ പ്രശ്നമായിട്ട് വരുന്നത്. എൻ്റെ മെയിൻ പ്രശ്നം അതാട്ടോ. അതാണ് ഞാൻ ഷെയർ ചെയ്തത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ചലഞ്ചായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സമയമാണെങ്കിൽ 8:30 ആവാറായി. നമ്മുടെ വീഡിയോ കണ്ടിപ്പോൾ 8:30 ആകുമ്പോഴത്തേക്കും തീരും. അപ്പം അത്രയും കൂപ്പി ഇയറിങ്സ് നമ്മൾ ചെയ്തിനി. എനിക്കൊരു എക്സിബിഷനൂടെ വരുന്നുണ്ട്. അപ്പം ആ എക്സിബിഷനൂടെ എക്സിബിഷൻ ഇപ്പോഴേ ഇല്ല. ഏപ്രിൽ ആ ഒരു സമയത്ത്, വിഷുവിൻ്റെ ആ ഒരു സമയത്താണ്. ആ ഒരു സമയത്തേക്കൊക്കെയാണ് ഞാൻ ഈ സാധനങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ പോകുമെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ടൈമൊക്കെ മാനേജ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ള ആ ഒരു ജസ്റ്റ് ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ തിരഞ്ഞെടുപ്പിച്ചപ്പം വീട്ടിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും മീൻസ് വീട്ടമ്മമാരാണെങ്കിലും നമ്മൾ അത്രയും ടൈം വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ ടൈം മാനേജ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പം മാരീഡ് അല്ലാത്തത് കൊണ്ട് നമുക്കിപ്പം ചെയ്യാൻ ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. മാരേജിനെ കുറിച്ച് ആലോചിക്കുന്ന പോലും ഇല്ല കേട്ടോ. അപ്പം ചെയ്യാൻ കുറച്ചുകൂടെ ടൈം കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. എന്നാലും നമുക്ക് കുറേ വർക്ക് ഇങ്ങനെ അടുപ്പിച്ചിങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റ് ആവും. നമ്മൾ ഭയങ്കരമായിട്ട് എന്താണ് അത് ചെയ്യാൻ പറ്റാത്ത സമയത്ത് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ഒരാളാട്ടോ. എങ്ങനെയൊക്കെ ടെൻഷൻ ഇല്ല കൂളായി പോകാമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞാലും ഇതിൻ്റെ വീട് ടെൻഷൻ അടിച്ച് ഞാനിങ്ങനെ ഇരിക്കും. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണ്. ടെൻഷനായിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇങ്ങനെയൊക്കെ സ്പീക്ക് ചെയ്യുകയും പറയുകയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും ഭയങ്കര ടെൻഷനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളിപ്പോൾ കാണുന്ന പോലത്തെ അല്ലായിരിക്കും ചിലപ്പോൾ നേരി കാണുമ്പോഴൊക്കെ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചലഞ്ചിങ് വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ചിലർക്കൊക്കെ മനസ്സിലായെന്ന് ഞാൻ ടൈം മാനേജ്മെന്റ് ആണ് ഇതിൽ കൂടി ഉദ്ദേശിച്ചത്. അപ്പോൾ ജസ്റ്റ് ഗ്ലിറ്റർ ട്യൂബിൻ്റെ ഇയറിംഗ്സ് വെച്ച് ജസ്റ്റ് നിങ്ങളിത് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇതിനെക്കാട്ടി കുറച്ചുകൂടെ സമയം കുറച്ചും സാധനങ്ങൾ കൂട്ടിയും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടുമുട്ടാം. DS ബൈ.